ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചോക്ലേറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ആണല്ലേ. ചോക്ലേറ്റിൻ്റെ പിറകിലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാണിക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്റ്റോറി കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും പാല് നമ്മൾ ആദ്യം ഒരു പാനിൽ ചൂടാക്കാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 2-3 സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ നമ്മൾ പഞ്ചസാരയും നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളൊരു നുള്ളു ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. ഞാനത് ആഡ് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പീസസ് എടുത്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് നമുക്ക് സ്പൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് സിനമണൊക്കെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ കുറച്ച് വാനില എക്സ്ട്രാക്റ്റുമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നന്നായി ഇളക്കി നമുക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ 2 ക്രിസ്മസ് കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൽ ടോപ്പിങ്സ് ആഡ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ടോപ്പിങ്സ് ആഡ് ചെയ്യാം. മാഷ്മെല്ലോ ഒക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ഇവിടെ വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ ഹോട്ട് ചോക്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥ എല്ലാവരും ആ സമയത്ത് ഓർക്കണം. അപ്പം നമുക്ക് ചോക്ലേറ്റിൻ്റെ കഥ കേട്ടിട്ട് വരാം. അപ്പോൾ 3000 വർഷങ്ങൾക്ക് മുമ്പ് സെൻട്രൽ അമേരിക്കയിൽ ഇന്ന് മെക്സിക്കോ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ കൊക്കോ കായ കണ്ടെത്തുന്നത്. അന്ന് അവിടെ മായൻ ആളുകളാണ് ജീവിച്ചിരുന്നത്. നമ്മൾ മായൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മായൻ കലണ്ടറൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളെല്ലാവരും അപ്പോക്കലിപ്റ്റോ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് വില്ലന്മാരായിട്ട് കാണിക്കുന്ന ആസ്ടെക് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ആൾക്കാരുണ്ട്. അന്ന് അവരാണ് മെക്സിക്കോയിൽ ഈ കൊക്കോ കായ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ അവർ ഇതുവരെ പരിചയമില്ലാത്ത ഒരു ബിറ്റർ ടേസ്റ്റാണ് കൊക്കോ കായ്ക്ക്. അതേപോലെ അവർ ഇതുവരെ കാണാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ അവർക്ക് അതുപോലെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഇതുവരെ കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് അത് ദൈവം കൊടുത്ത സാധനമാണെന്നാണ്. അപ്പോൾ അത് കാരണം അവരുടെ റിച്വൽസിനും അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അവർ നരബലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതുപോലുള്ള റിച്വൽസൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന പ്രീസ്റ്റിനും അതുപോലെ അവരുടെ ഇമ്പോർട്ടൻറ്റ് വാരിയേഴ്സിനൊക്കെ മാത്രം കുടിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് അവർ അത് വെച്ചിട്ടുണ്ടാക്കുമായിരുന്നു. അതിലേക്ക് സ്പൈസസും ചില്ലിയൊക്കെ ആഡ് ചെയ്ത് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി ഈ പ്രീസ്റ്റ് മാത്രം കുടിക്കുന്ന ഒരു കാര്യമായിരുന്നു അന്നത്തെ കാലത്ത് അത്. അതേപോലെ കൊക്കോ കായ നമ്മളിന്ന് സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്ന പോലെ പൈസയ്ക്ക് വേണ്ടി അവരത് ഉപയോഗിച്ചിരുന്നു. അത് കൊടുത്ത് പല സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അതിനുശേഷം 1500കളിൽ ഈ യൂറോപ്യൻ എക്സ്പ്ലോറേഴ്സ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഇൻവേഷൻ്റെ ഭാഗമായിട്ട് അവരിവിടുന്ന് മെക്സിക്കോയിൽ ഈ മായൻ സംസ്കാരത്തിൻ്റെ കൾച്ചറുകളും ആർട്ടുകളൊക്കെ പലതും നശിപ്പിച്ച് അവരുടെ ഒരുപാട് സാധനങ്ങൾ അവിടുന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അവർ ഈ കൊക്കോ കായും കാണും. പക്ഷെ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അവർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എന്നാലും എല്ലാം കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ അവരതും കൊണ്ടുപോയി. അങ്ങനെ കൊക്കോ കായ് യൂറോപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് അവർ അതേതോ നല്ല ഷെഫിനെ ഏൽപ്പിക്കുകയും അയാൾ അതിലേക്ക്
അത് വെച്ച് പല എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പാലും സ്വീറ്റ്സൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ രൂപത്തിലേക്ക് ഈ കൊക്കോ കായനെ കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെയും ഇതേപോലെ അവിടുത്തെ ഒരു എലൈറ്റ് ക്ലാസ്സിന് അല്ലെങ്കിൽ എന്താ അവിടുത്തെ രാജകുടുംബത്തിലുള്ളവർക്ക് മാത്രം കുടിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഇതായിരുന്നു ഹോട്ട് ചോക്ലേറ്റും അല്ലെങ്കിൽ ഈ ചോക്ലേറ്റുമായിട്ടുള്ള ഡിഷസൊക്കെ അവർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ഡിഷായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു, ചോക്ലേറ്റ് ഒരു പൊതുവിപണിയിലേക്ക് വരുന്നു. ഇന്ന് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമായിട്ട് മാറി ചോക്ലേറ്റ്. പക്ഷേ 3000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ചോക്ലേറ്റ് നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണ് ചോക്ലേറ്റ്. നമ്മളെല്ലാവരും നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും. കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും. നമ്മുടെ പ്രണയം പറയാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും. അപ്പോൾ ഇന്നും നമുക്ക് ചെറുപ്പം മുതൽ നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്വീറ്റാണ് ചോക്ലേറ്റ്. നമ്മൾ ഇന്നും നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമ്മൾ ഇതുപോലെ ഹോട്ട് ചോക്ലേറ്റും ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണം. ഇതാണ് ചോക്ലേറ്റിൻ്റെ കഥ. എല്ലാവർക്കും മെരി ക്രിസ്മസ്.